देखेगा सारा जहां। आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां। വിദേശ മലയാളികൾക്ക് വിനോദയാത്രയ്ക്ക് ഒരു സുവർണ അവസരം. ബോട്ട് യാത്ര ക്രമീകരണം. ദീർഘകാല അമേരിക്കൻ വാസത്തിന്റെ ഫലമായി മലയാളം മനഃപൂർവ്വം മറന്നു തുടങ്ങിയിരിക്കുന്നതും മലയാളം കുറിച്ച് മാത്രം സംസാരിക്കുന്നവർക്കുമായി പ്രത്യേക ട്രാൻസ്ലേറ്റർ 24/7 പ്രവർത്തിക്കുന്നു. വിഭവസമൃദ്ധമായ ബ്രഞ്ച്, ലഞ്ച്, ഡിന്നർ, കരിമീൻ വറുത്തത്, ഉണക്കമീൻ ബാർബിക്യൂ, കപ്പ ബിരിയാണി എന്നിങ്ങനെ നീളുന്ന വിഭവങ്ങളുടെ നിര. അത്രയും ഒരു റിസോർട്ട് പോലെ തോന്നിക്കും വിധം നാച്ചുറൽ ശീതീകരണ ക്രമീകരണം ഉണ്ടായിരിക്കും. 3 നില ബോട്ടിൽ ലിഫ്റ്റ് ഉപയോഗിക്കാതെ യഥേഷ്ടം കയറുകയും ഇറങ്ങുകയും ചെയ്ത് കൊളസ്ട്രോൾ ലെവൽ ക്രമീകരിക്കാവുന്നതാണ്. സ്പെഷ്യൽ ഓഫർ. IPC ലോസ് ആഞ്ചലസ് ഹെബ്രോൺ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫോർ early appointment call today സർക്കാട്ട് ട്രാവൽസ് റാന്നി. പ്രത്യേക ശ്രദ്ധയ്ക്ക് സൺഡേയിലത്തെ ആരാധന ക്രമീകരണം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക അറിയിപ്പ്. അമേരിക്കയിൽ തുടർന്ന് പിടിച്ചിരിക്കുന്ന സാമ്പത്തിക മാന്യത മൂലം ഞങ്ങളുടെ ഹിന്ദി പ്രക്ഷേപണം, ഇംഗ്ലീഷ് പ്രക്ഷേപണം നിർത്തലാക്കിയെന്ന് അറിയിക്കുന്നതിൽ ഖേദിക്കുന്നു. ഈ വർഷം മുതൽ ഞങ്ങൾ മലയാള പ്രക്ഷേപണം മാന്യ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന നിലയിൽ വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് പ്രക്ഷേപണം ചെയ്യുമെന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും 1-800 ടോറൻസിൽ വിളിച്ചറിയിക്കുക. IPC ഹെബ്രോൺ 2010 ഒരു അവലോകനം തയ്യാറാക്കിയത് രാജൻ എബ്രഹാം. പാസ്റ്റർ ജോൺ കെ മാത്യു ഡോക്ടറേറ്റ് ദിവസമാണ്. കഴിഞ്ഞ 5 വർഷമായി IPC ഹെബ്രോൺ ശുശ്രൂഷനായിരുന്ന പാസ്റ്റർ ജോൺ കെ മാത്യു ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കി. തനിക്കുള്ളതെല്ലാം വെച്ച് നിധിയുള്ള വയൽ വാങ്ങിയ അനുഭവത്തോടെ 8 വർഷം മുമ്പ് ഹ്യൂസ്റ്റണിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് കുടിയേറി പാർത്ത ഇദ്ദേഹം പരനായ പാസ്റ്റർ KT വർഗീസിന്റെ ഇളയ പുത്രനാണ്. തന്റെ പിതാവിന്റെയും സഹധർമ്മിണിയുടെയും ചിരകാല അഭിലാഷമായിരുന്നു ഈ നേട്ടമെന്ന് ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ലേഖകരോട് പറഞ്ഞു. കാലിഫോർണിയയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ ബയോള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അന്തർദേശീയ വിദ്യാഭ്യാസം എന്ന വിഷയത്തിലാണ് ഇദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും അദ്ദേഹത്തിന് ഒരു പാരിതോഷം നൽകുകയുണ്ടായി. തുടർന്ന് ദൈവസഭയോടുള്ള നന്ദി സൂചകമായി അദ്ദേഹം IPC ഹെബ്രോൺ വിശ്വാസികൾക്ക് രുചികരമായ ഒരു വിരുന്ന് നൽകി അദ്ദേഹത്തിന് നന്ദിയെ പ്രകാശിപ്പിച്ചു. ബിരുദം കരസ്ഥമാക്കി. പ്രശസ്ത കൺവെൻഷൻ പ്രാജ്ഞനായ പാസ്റ്റർ ലാസർ വി മാത്യുവിന്റെ സീമന്തപുത്രി ബിജു ജോസഫിന്റെ സഹധർമ്മിണിയുമായ സിസ്റ്റർ ഫെമില ജോസഫ് ആതുര സേവനത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയെന്ന് ഞങ്ങൾ കൊറോണ ലേഖനം അറിയിക്കുന്നു. പൈലി തമ്മിലുള്ള ഏകമാൻ ഡീൻ പൈലി സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തികത്തിൽ ബിരുദം നേടിയെന്ന് ഞങ്ങൾ സാന്റിയാഗോ ലേഖനം അറിയിക്കുന്നു. IPC സൺഡേ സ്കൂൾ അധ്യാപകനും മുൻ PAP ഡയറക്ടറുമായിരുന്ന സന്തോഷ് ജേക്കബ് കാൾസെറ്റ് ഫുള്ളറ്റിൽ നിന്നും സാമ്പത്തികത്തിൽ ബിരുദം നേടുന്ന ഞങ്ങൾ ഫുള്ളറ്റൻ ലേഖനം അറിയിക്കുന്നു. IPC ഹെബ്രോണിലെ വിശ്വാസികൾ സാമ്പത്തികത്തിൽ ബിരുദം നേടിയിരിക്കുന്ന മൂലം IPC ഹെബ്രോണിന്റെ സാമ്പത്തിക ഭദ്രത കൂടുതൽ കെട്ടുറപ്പാക്കാൻ സാധ്യതയുള്ളതായി സ്വന്തം ലേഖനം അറിയിക്കുന്നു. പാസ്റ്റർ KM വർഗീസ് നിയമനായി. പ്രശസ്ത കൺവെൻഷൻ പ്രാസംഗികനും വാഗ്മിയുമായ പാസ്റ്റർ KM വർഗീസ് IPC ഹെബ്രോണിന്റെ പുതിയ ശുശ്രൂഷനായി നിയമിതനായവെന്ന് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിലെ പ്രശസ്ത ദൈവസഭകളിലും ശുശ്രൂഷ ഇദ്ദേഹം 2008 PCNAC കൺവീനറായി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ട്. കൺവെൻഷൻ. IPC ഹെബ്രോണിന്റെ ഈ വർഷത്തെ കൺവെൻഷൻ ജൂലൈ 9 മുതൽ 11 വരെ നോർവാക് പ്രസിഡന്റ് ചർച്ചിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ പ്രശസ്ത കൺവെൻഷൻ പ്രാസംഗികനായ പാസ്റ്റർ ബാബു ചെറിയാൻ വചനഘോഷം നടത്തി.
തോമസ് പ്രസംഗം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഏകദേശം 200ഓളം പേർ സംബന്ധിച്ച ഈ മഹായോഗം വളരെ അനുഗ്രഹമായിരുന്നെന്നും കൂടാതെ ഈ യോഗത്തിൽ പ്രശസ്തരായ ദേവദാസന്മാരുടെ സിഡിയും വീഡിയോയും സൗജന്യമായി വിതരണം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിശ്വാസ സ്നാനം സ്വീകരിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് സ്നാനമേറ്റു? ഈ ചോദ്യത്തിന് ഉത്തരമായി IPC കബ്രയുടെ 6 വിശ്വാസികൾ വിശ്വാസം സ്വീകരിച്ച ദൈവത്തോട് ചേർന്നു. ഇതിൽ സണ്ണി ഷൈല തമ്മിലുള്ള ഇളയപുത്രി സൗമ്യ, ഷാജി കൊച്ചുമോൻ തമ്മിലുള്ള ഏകമൻ ഡെൻസിൽ, ഫിന്നി ഗ്ലോറി തമ്മിലുള്ള സീമന്തപുത്രി ക്രിസ്റ്റബൾ, പ്രേം സുസൻ തമ്മിലുള്ള പുത്രി ജയത, വർഗീസ് ആലി തമ്മിലുള്ള ഇളയപുത്രി ഷെറിൽ, ജോസിന്റെ സഹധർമ്മിണി സിസ്റ്റർ ജെസി എന്നിവരാണ് വിശ്വാസ സ്വീകരിച്ചത്. IPC കബ്രയുടെ ആസ്ഥാനമായ ഹെബ്രോൻ മലയിൽ വെച്ച് നടത്തിയ ശുശ്രൂഷ ഡോക്ടർ ജോൺ കെ മാത്യു നിർവഹിച്ചു. ഇവിടെ നിലനിർന്ന ശിശുപ്രതിഷ്ഠ. ജിജോസ് മേധ തമ്മിലുള്ള ഇളയ മകൻ ജേക്കബ് ജോണിന്റെ പ്രതിഷ്ഠ ഡിസംബർ 12-ാം തീയതി ഒരു വർണ്ണശബളമായ ചടങ്ങ് വെച്ച് ഡോക്ടർ ജോൺ കെ മാത്യു നിർവഹിച്ചു. 2006 വിവാഹിതരായ ഈ ദമ്പതികൾക്ക് ജോനാഥൻ എന്ന സുന്ദരനായ ഒരു കുട്ടിയും കൂടിയുണ്ട്. എല്ലാ വർഷവും 1-ൽ കൂടുതൽ കുട്ടികളെ പ്രതീക്ഷിക്കുന്ന IPC കബ്രയിൽ ഈ വർഷം പ്രതിഷ്ഠ 1-ആയി കുറഞ്ഞതിൽ IPC കബ്രനെ വളരെ ആശങ്കയുള്ളതായി അധികൃതർ അറിയിച്ചു. ജന്മദിനം ആഘോഷം. IPC കബ്രയിൽ മുതിർന്ന വിശ്വാസിയും പാതി സ്വദേശിയുമായ എബ്രാഹിം സി ചെറിയന്റെ 63-ാം ജന്മദിനം ഹാർബർ സിറ്റിയുള്ള തന്റെ ഭവനത്തിൽ വെച്ച് ഓഗസ്റ്റ് 10-ാം തീയതി ആഘോഷിച്ചു. തന്റെ ഹൗസ് വാമിനോടനുബന്ധിച്ച് നടന്ന ഈ ആഘോഷത്തിൽ സെൻട്രൽ പാസ്റ്റർമാരായ ഡോക്ടർ ജോൺ കെ മാത്യു, പാസ്റ്റർ മോൻസി വർഗീസ് മുതലായ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. താങ്ക്സ് ഗിവിംഗ് ആഘോഷിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രധാന ആഘോഷമായ താങ്ക്സ് ഗിവിംഗ് നവംബർ 26-ാം തീയതി നോർവാക്കിലുള്ള IPC കബ്രൻ മന്ദിരത്തിൽ വെച്ച് IPC കബ്രൻ വിശ്വാസികൾ ആഘോഷിച്ചു. ഇതിൽ ഡോക്ടർ ജോൺ കെ മാത്യു പ്രസംഗിച്ചു. അതോടൊപ്പം സഭാവിശ്വാസികളും സൺഡേ സ്കൂൾ കുട്ടികളും ദൈവം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. സുവിശേഷ പ്രവർത്തനം. പാപത്തെ പച്ചവെള്ളം പോലെ ചവച്ചരച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക ജീവിതങ്ങൾക്കായി ആഹാരം നൽകിയതോടൊപ്പം അവർക്കായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ IPC കബ്രൻ സൺഡേ സ്കൂളിന് സാധിക്കുകയുണ്ടായി. ഏപ്രിൽ മാസം 10-ാം തീയതി വെനീസ് ബീച്ചിൽ നടന്ന ഈ സംരംഭം സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇത് ഞങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണെന്ന് സീനിയർ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായ സിസ്റ്റർ ഷെറിൻ വർഗീസ് പറഞ്ഞു. ഇതുപോലുള്ള സംരംഭങ്ങൾ തുടർന്ന് നടത്തണമെന്നും സഹോദരൻ നിർദ്ദേശിച്ചു. സിസ്റ്റർ ഡോൺ ബൈലി, സിസ്റ്റർ ആൻ അബ്രഹാം തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകി. സംഗീത വിരുന്ന്. IPC കബ്രൻ ചരിത്രത്തിൽ ആദ്യമായി മെയ് 12-ാം തീയതി ഒരു സംഗീത വിരുന്ന് ആഘോഷിച്ചു. ഈ ആഘോഷത്തിൽ യൗവനക്കാരും മുതിർന്നവരും തങ്ങൾക്ക് സംഗീതത്തിലുള്ള വാസന പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ജോൺ ഡി തോമസ് പ്രസംഗിക്കുകയുണ്ടായി. വെക്കേഷൻ ബൈബിൾ സ്കൂൾ. IPC കബ്രൻ ഈ വർഷത്തെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ജൂലൈ 25 മുതൽ 27 വരെ IPC കബ്രൻ മന്ദിരത്തിൽ നടക്കുകയുണ്ടായി എന്ന് സൺഡേ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻ അബ്രഹാം അറിയിച്ചു. ഇതിൽ എല്ലാ കുട്ടികളും കടന്ന് വളരെ അനുഗ്രഹമായിരുന്നെന്നും സഹോദരി പറഞ്ഞു. കിഡ്സ് ഫണ്ട്. ഈ വർഷം കുട്ടികളുടെ സന്തോഷത്തിനായി കിഡ്സ് ഫണ്ട് എന്ന ഒരു പരിപാടി നടത്തിയുണ്ടായി. ഈ പ്രത്യേക പരിപാടിയിൽ കുട്ടികൾ ജമ്പറിൽ ചാടിയും ബലൂൺ ഉണ്ടാക്കുകയും സന്തോഷിച്ചു. കൂടാതെ
വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചതും അവരുടെ സന്തോഷത്തിന് മാറ്റിക്കൂട്ടി. IPC ഈ വർഷത്തെ പിക്നിക്ക് ജൂൺ 19 യോർബിലണ്ട നാഷണൽ പാർക്ക് വെച്ച് നടക്കുകയുണ്ടായി. ഈ പിക്നിക്കിൽ മലയാളത്തിൽ ചിക്കൻ കറി വെച്ചും കണ്ണുകെട്ടി കഴുതിയുടെ വാൽ പറിച്ചും കബഡി കളിച്ചും വിശ്വാസികൾ പിക്നിക്ക് ആസ്വദിച്ചു. എങ്കിലും മലയാളക്കരയിൽ നിന്നും കടന്ന പാചകത്തിൽ പരിചയസമ്പന്നരായ വിശ്വാസികൾക്ക് ആർക്കും തന്നെ മലയാളത്തിൽ ചിക്കൻ കറി വെക്കാൻ സാധിക്കാതെയുള്ള നിരാശയോടെയാണ് പണത്തിലേക്ക് മടങ്ങിപ്പോയതെന്നും അറിയുന്നു. ഈ പിക്നിക്ക് IPC വിശ്വാസികൾക്ക് ശാരീരികമായി വളരെ പ്രയോജനം ചെയ്തെന്നും അതിന്റെ സംഘടന അറിയിച്ചു. ഒരു ത്രിദിന ക്യാമ്പ് സെപ്റ്റംബർ 10 മുതൽ 11 വരെ സാന്റിയാഗോയിലുള്ള പൈൻ വാലി സെന്ററിൽ വെച്ച് നടക്കുകയുണ്ടായി. ഇതിൽ ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് ഡീനായ ഡോക്ടർ തോമസ് മാത്യു പ്രസംഗിച്ചു. 100ഓളം പേർ സംബന്ധിച്ച ഈ ക്യാമ്പ് നമ്മുടെ യുവാക്കൾക്ക് വളരെ അനുഗ്രഹമായതെന്ന് PPA ഡയറക്ടർ ജോഷോ മുതലാളി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ ഭവനങ്ങൾ അവർ പാർപ്പാൻ തക്ക പഠനത്തിൽ തന്നെ അവരെ ചുവടെ വഴി നടത്തി. കഴിഞ്ഞ വർഷം IPC 8 കുടുംബങ്ങൾ പുതിയ ഭവനം വാങ്ങി എന്ന് ഞങ്ങൾ ടോറൻസ് ലേഖനം അറിയിക്കുന്നു. ബെൻ അഞ്ജന ഹാർബർ സിറ്റിയിലും, ലിജോ സൂസൻ ലെവൻ സിറ്റിയിലും, ലിജു ബിൻസി സാന്റാഫി സ്പ്രിങ്സിലും, ലിജു ജയമോൾ ഡയമണ്ട് ബാറിലും, ഷാജു ബിന്ദു ചീനോയിലും, സജി ജെസി ഗമിറ്റായിലും, ലിജോ സ്മിത ഹാർബർ സിറ്റിയിലും, ലിജോ ജോയിസ് കാർസിലുമാണ് ഭവനങ്ങൾ വാങ്ങിയത്. ഈ ഭവനങ്ങൾ IPC ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. ഈ ഭവനങ്ങൾ എല്ലാ വിസിറ്റിംഗ് പാസേഴ്സിന് വേണ്ടി ഒരു മുറി വേർതിരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
ഭവനം പണി പൂർത്തിയായി. എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവർ സാധിപ്പിച്ചത്. മോചന പട്ടണത്തിലെ ഹൃദയഭാഗത്തെ വലിയ തമ്മിലുള്ള ഭവനത്തിന്റെ പണി പൂർത്തിയായി. 10 വർഷങ്ങൾ കൊണ്ട് പണി തീർത്ത ഈ ഭവനത്തിന്റെ മൂലങ്ങളിലോട്ട് മേൽക്കുര വരെ ദുബായ് പട്ടണത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 മുറികളുള്ള ഈ ഭവനം IPC ഖബറിന്റെ വിശ്വാസികൾക്ക് നാട്ടിൽ പോകുമ്പോൾ വെക്കേഷൻ ഹോമായി ഉപയോഗിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വിവാഹിതയെ IPC ഖബർ സൺഡേ സ്കൂൾ അധ്യാപികയും ഫൈലി തമ്മിലുള്ള സീമന്തപുത്രിയുമായ സിസ്റ്റർ ഡോൺ ഫൈലി മെയ് മാസം 29-ാം തീയതി എറണാകുളത്ത് വെച്ച് വിവാഹിതരായി. ബോംബെയിൽ നിന്നുള്ള അലക്സ് ആണ് അവർ. ഈ വിവാഹ ശുശ്രൂഷയിൽ ഡോക്ടർ ജോൺ കെ മാത്യുവും IPC ഖബർ വിശ്വാസികളും പങ്കെടുത്തു. ഡോക്ടർ ജോൺ കെ മാത്യു വിരമിക്കുന്നത്. പ്രശസ്ത കൺവെൻഷൻ പ്രാസംഗികനും IPC ഖബർ സഭയുടെ ശുശ്രൂഷകനുമായ ഡോക്ടർ ജോൺ കെ മാത്യു തന്റെ 5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഫെബ്രുവരി 28-ാം തീയതി വിരമിക്കുന്നതായി IPC ഖബർ ലേഖനം റിപ്പോർട്ട് ചെയ്തു. തന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ശുശ്രൂഷ യുവജനങ്ങൾക്കും മുതിർന്നവർക്കും വളരെ അനുഗ്രഹമായി തോന്നുന്നു. അദ്ദേഹം വിരമിക്കുന്നത് IPC ഖബറിന് ഒരു വലിയ നഷ്ടമാണെന്നും ലേഖനം എടുത്തു പറഞ്ഞു. മോഷണം പോയ കാർ കണ്ടെത്തി. ഫോറൻസിക്കിൽ നിന്നും മോഷണം പോയ ചുവന്ന ഹോണ്ട സിവിക് കാർ എഞ്ചിനും ടയറും എടുത്ത ശേഷം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കാർ IPC ഖബറിന്റെ ഒരു വിശ്വാസത്തിലാണെന്നും കണ്ടെത്തി. ഇതോടെ 2010 അവലോകനം സമാപിച്ചു. താങ്ക് യു.